ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയാവുന്ന ഒരു നീറ്റ് വ്ലോഗാണ്. ഇന്ന് ഈവനിങ് സ്നാക്ക് ചോക്കോസ് ആയിരുന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ട് ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല. പ്രൊഡക്റ്റിവിറ്റി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നത്. സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണല്ലോ. ഐപാഡിലെ ടൈമെല്ലാം തെറ്റായിരുന്നു. കൊണ്ടുവന്നപ്പോൾ ടൈം ഏതായിരുന്നു? അത് തന്നെയായിരുന്നു. അതാണെങ്കിൽ തെറ്റായിരുന്നു. അങ്ങനെ ടൈമെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം സൈല ആപ്പിൽ നിന്ന് ഫിസിക്സ് ക്ലാസ് ആണെന്ന്. അതിനു മുമ്പ് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞില്ല. ഐ ആം എ +2 ബയോളജി സയൻസ് സ്റ്റുഡൻറ്റ്. പുതിയ നോട്ടെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നോട്ട് സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങാൻ നേരം. ഇന്ന് ഏപ്രിൽ 23, അതായത് ഈ വീഡിയോ എടുക്കുന്ന സൈലത്തിന്റെ ക്ലാസ് കരുതിയത്. പക്ഷേ തലേ ദിവസം ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു. അതാണ് ആപ്പിൽ ഫിസിക്സിന്റെ ക്ലാസ് കാണിച്ചിരുന്നത്. ആൻഡ് പിറ്റേ ദിവസം കെമിസ്ട്രീൻ്റെ ഓറിയൻറ്റേഷൻ ആണ്. അങ്ങനെ സബ്ജക്റ്റ് വൈസുള്ള ഓറിയൻറ്റേഷന് ശേഷമാണ് ഒഫീഷ്യലായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ഒരു 28th ഒക്കെ ആയിട്ടാണ് തോന്നുന്നു ഒഫീഷ്യലായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്ന അന്നത്തെ തലേ ദിവസം, അതായത് 22-ാം തീയതിത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ 23-ാം തീയതിത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് കാണുന്നത്. ഫിസിക്സിൻ്റെ ഓറിയൻറ്റേഷൻ ആയിരുന്നു. ആൻഡ് അതിൽ +2 ഫിസിക്സിനെ കുറിച്ചൊരു ഓവർവ്യൂ ആയിരുന്നു പറഞ്ഞു. ക്ലാസ്സിൽ പറഞ്ഞ പോലെ വെയിറ്റേജ് ഒക്കെ എഴുതിയെടുത്ത് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കണ്ടല്ലോ. പുതിയ നോട്ടിൽ നിന്ന് ഒരു നോട്ട് ഫിസിക്സിനായിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ ഫ്രണ്ട് പേജ് ഉണ്ടാവുമല്ലോ, അതിലാണ് ഞാൻ എഴുതിയെടുത്തത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് കണ്ടു തീർക്കാം. അങ്ങനെ ക്ലാസ് ഒക്കെ ഏകദേശം കണ്ടു തീർത്തു. റേ ഒപ്റ്റിക്സ് ആണ് +2 ഫിസിക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അതൊരു ഗ്രീൻ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫിനിറ്റി പ്ലാനിലായിരുന്നു. അതിലാണല്ലോ കുറച്ചും കൂടി ഫീച്ചേഴ്സ്. ആപ്പിൽ പുതിയൊരു ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റി ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആപ്പിലെ കമ്മ്യൂണിറ്റി ഒക്കെ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഞാൻ ആപ്പ് ഇവിടെ ക്ലോസ് ചെയ്തു. വെക്കേഷൻ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ജേർണലിനായിട്ട് തന്നെ ഒരു സെഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ എൻ്റെ കുറേ സ്കൂൾ മെമ്മറീസും അതുപോലെ ജേർണൽ സെറ്റും അതിൻ്റെ സപ്ലൈസും ഒക്കെയാണുള്ളത്. വെക്കേഷൻ ഈസ് ഇക്വൽ ടു വെറുതെ ഇരിക്കൽ എന്നാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ജേർണൽ കിറ്റ് ഞാൻ 10th വെക്കേഷൻ കഴിഞ്ഞപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുവരെ തൊട്ടിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടാണ്ട്, എന്നിട്ട് വേണം ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ പെൻസും അതുപോലെ തന്നെ ഈ ഫയലിൽ ഫോം ഷീറ്റ്, കളർ പേപ്പേഴ്സ് അങ്ങനത്തെയൊക്കെയാണ്. ബാക്കിയുള്ള ഫയൽസിലൊക്കെ സ്കൂൾ മെമ്മറീസൊക്കെയാണ്. ഇതൊക്കെ കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ജേർണൽ കിറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് ഒറ്റയ്ക്ക് വെച്ചിട്ട് മാത്രം ചെയ്യാനങ്ങ് തോന്നുന്നില്ല. എനിക്ക് കുറച്ച് ഫോട്ടോസും കൂടി വെച്ചിട്ട് ചെയ്യാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങാമെന്ന് കരുതി. ബട്ട് ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ജേർണൽ കിറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ജേർണൽ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഡയറി സത്യം പറഞ്ഞാൽ ജേർണൽ ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ല. NSSന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതൊരു NSS മെമ്മറി തന്നെ ആയിട്ടുണ്ട്. ഇതിൽ മൊത്തം എൻ്റെ NSS ക്യാമ്പിൻ്റെ മെമ്മറീസാണ്. അത് ഞാനൊരു ജേർണൽ പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതാണ്ട് ഇതുപോലൊക്കെ അങ്ങ് വരും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ടേബിളിൻ്റെ പുറത്ത് ഞാൻ അധികം സാധനങ്ങൾ വെക്കാറില്ല. ഈ ടേബിളിന് ഒരു മേക്ക് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തിന് ഇതിൻ്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ സാധനം കിട്ടിയിട്ട് നമുക്ക് മേക്ക് ഓവർ ചെയ്യുമ്പോൾ വെക്കുന്നല്ലേ അതിൻ്റെ ആ ഒരു ഇത്. ആൻഡ് ഈ ഒരു ടേബിൾ ലാമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്, വർത്ത് ഓഫ് മണിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ടേബിൾ ലാമ്പ് ഞാൻ മീഷോന്ന് കേട്ടോ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അതിനുകളൊക്കെ ഇനി മാറ്റി വെക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ഇനിയിപ്പോൾ ഐപാഡൊന്ന് തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്ത പാടുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കാരണം കേട്ടോ. ഞാൻ പുതിയതായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നത്തേക്ക് പ്രൊഡക്റ്റിവിറ്റി ഇത്രയ്ക്ക് പോരെ. പ്രൊഡക്റ്റിവിറ്റി ഇത്തിരി കൂടിപ്പോയതെങ്കിലേ ഉള്ളൂ. ഇതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്ളോഗുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.